മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. പതിവ് പോലെ തന്നെ നമ്മൾ രാവിലെ കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. വണ്ടിയിലെടുത്തിട്ട് വണ്ടി ലോഡാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പറഞ്ഞില്ല വിളിച്ചപ്പോൾ. നമ്മളങ്ങനെ രാവിലെ കമ്പനിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വണ്ടിയെല്ലാം അവിടെ ലോഡായി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കമ്പനിയിലെത്തിയിട്ടുണ്ട്. നമ്മളെ സന്ധ്യയോട്ടനാടിയുണ്ട്. സന്ധ്യയോട്ടം വന്ന് നേരത്തെ വന്നിരുന്നു തോന്നുന്നു. സന്ധ്യയോട്ടം ബില്ലെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇന്നീ വണ്ടി കൊണ്ടാട്ടോ നമ്മൾ പോകുന്നത്. നമുക്ക് ലോഡെല്ലാം കുറവാണ്. അപ്പോൾ ഇന്നീ വണ്ടി കൊണ്ടാണ് പോകുന്നത്. ചെറിയ ഇച്ചറാണ്. റിസോർട്ടൊന്നും ഇല്ലല്ലോ സന്ധ്യയോട്ടാ? ഇന്ന് നമുക്ക് റിസോർട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി നമ്മളെ കമ്പനി വണ്ടി കണ്ടിട്ടുണ്ട്. ലൈവ് വണ്ടിയാണ്. നമ്മൾ ചെങ്ങായിനെ മിഥുൻ ഇന്നലെ വൈകുന്നേരം പോയതാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ തിരിച്ചു വരുന്നു, കോഴി എടുത്തിട്ട് വരുന്നു. എന്നാൽ പോടാന്നാല് ഓക്കെ. കാറ്റിനും മഴ, ഇന്നലെ ഭയങ്കര കാറ്റും മഴ ഉണ്ടായിനെ. അപ്പോൾ പോസ്റ്റെല്ലാം പൊട്ടി വീണ്ടതാ. മുകളിൽ മരം പൊട്ടി വീണ് പോസ്റ്റിന് ലൈൻ കമ്പിൻ്റെ മുകളിലേക്ക് വീണ്ട് മൊത്തം പോസ്റ്റെല്ലാം കൂടി പൊട്ടി ഭയങ്കര നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഫുള്ള് പൊട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഉമ്മർപോയിൽ പാടിച്ചാലെത്താനാവുന്നേ. അപ്പോൾ ഈ റോട്ട് വലിയ മരം പൊട്ടി വീണിട്ടുണ്ട്. റബ്ബറാന്ന് തോന്നുന്നു. അതല്ല റബ്ബറല്ല, എന്നാണ് സന്ധ്യയോട്ട് ഇത് വട്ടയാണോ എന്തോ സാധനം. അങ്ങനെ നമ്മൾ ചെറുപുഴ രണ്ടാമത്തെ സ്ഥലത്ത് ഇറക്കാൻ വേണ്ടി എത്തിയിട്ടേ. പൊറോട്ട സെൻറ്റർ. നമ്മ ഇവിടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട് ചെറുപുഴ. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ട് ഇവിടെ നിറച്ചിട്ടിട്ടാണ് കേട്ടോ പോലെ. ഇവിടെ നിറച്ചിട്ട് വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ആലക്കോട് എത്തിയേ. ആലക്കോട് പള്ളി രാത്രി വരുമ്പോൾ ഭയങ്കര വ്യൂ ആണ് ഈ പള്ളി. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കണ്ടകശ്ശേരി റോഡിലേക്ക് പോയിട്ടുണ്ടേ. നല്ല പൂരിയുണ്ട്. സന്ധ്യവട്ടം തിന്നാൻ തുടങ്ങിയാ? ബാജി വരട്ടില്ലേ, എന്നിട്ട് തിന്നാൽ പോരെ? അതാണ് കോമ്പിനേഷൻ അല്ലേ? നമ്മളെ ബാജി വന്നിട്ടുണ്ട്. പൂരി ഇവിടെ ചൂട് പൂരിയാണ്. പിന്നെ ബാജിയിൽ മുക്കുക കഴിക്കുക. ഇത് ചായയെല്ലാം കുടിച്ചിട്ട് ഇരുന്ന് വിടല കേട്ടാ. ഇതാ നമ്മൾ ചായ കുടിച്ച ഹോട്ടലിൽ. നമ്മങ്ങനെ ഇരിട്ടി എത്തിയിട്ടുണ്ട്. ഇരിട്ടി പാലം. ഇത് പുതിയ പാലം, അത് പഴയ പാലം. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തിലെ പാലമാണ് കേട്ടോ. ഇത് ഒത്തിരി വർഷം പഴക്കൂല പാലമാണ്. ഇതിപ്പം പുതിയതാക്കിയ പാലം. ഇത് ഇരിട്ടിയിലെല്ലാം മൊത്തത്തിൽ പൊതുവെ തിരക്ക് കുറവാണ്. മൊത്തത്തിൽ എല്ലായിടത്തും തിരക്ക് കുറവാണ് ടൗണിലെല്ലാം. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സ്കൂൾ കുട്ടികളില്ല. പിന്നെ ശക്തമായ മഴ ആയതുകൊണ്ട്, ഇന്നലെ എല്ലാം നല്ല മഴ ആയതുകൊണ്ട്. പിന്നെ കണ്ണൂർ കളക്ടർ കുറേ ഇതിൽ കാസർഗോഡ് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. കാസർഗോഡ്, കണ്ണൂർ, മാഹി. കാസർഗോഡ്, കണ്ണൂർ, മാഹി ആരെല്ലാം പിന്നെ സ്കൂളുകൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സ്കൂൾ കുട്ടികളൊന്നും ഇല്ല. നമ്മളിപ്പോൾ പിന്നെ ഇരിട്ടിയിൽ നിന്ന് വിരാജ്പേട്ടയ്ക്ക് പോകുന്ന ചുരം, അതായത് പെരുമ്പാടി ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ നിങ്ങളൊരു സംഭവം കാഴ്ച തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡാക്കിയിട്ടില്ലേ. ജസ്റ്റ് താഴേക്ക് നോക്കറ. ഇതൊക്കെ വേസ്റ്റ് എന്നെല്ലാം പറഞ്ഞാൽ ഫുള്ള് പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് തള്ളീന്. പ്ലാസ്റ്റിക് ബോട്ടിൽ, വീട്ടിലെ മാലിന്യം, അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് എന്തെല്ലാം എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് വേസ്റ്റ് ഉണ്ട് കൊണ്ടുവന്ന് തള്ളി. ഇതൊക്കെ എത്രയാണെന്നൊക്കെ ഫോറസ്റ്റാണ്. ഇവിടെ ഒന്നാമത് കണ്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് മൃഗങ്ങളും കുരങ്ങും എല്ലാം ഇല്ല സ്ഥലമാണ്. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ ഇടുന്നില്ല വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഈ മൃഗങ്ങൾ, കുരങ്ങെല്ലാം നമ്മൾ മിക്കവാറും കാണില്ല അല്ലേ സന്ധ്യേട്ടാ? മിക്കവാറും കുരങ്ങളുണ്ടോ? മിക്കവാറും ഇതിലെ കൂടെ നമ്മൾ പാസ് നമുക്ക് കാണാം. കുരങ്ങിൻ്റെ കൈമ കുപ്പി, ബോട്ടിൽ, ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ്, ലേസിൻ്റെ കവർ, അങ്ങനത്തെ എല്ലാം കുറേ ഐറ്റംസ് ഇവരെ കൈമ കാണാം. എന്ന് പറയാം നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ ഈ ഹരിതകർമ്മസേന എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാ മാസവും വീട്ടിലെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. 2 മാസം അല്ലെങ്കിൽ 1 മാസം വീട്ടിലെടുക്കാൻ അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു 500 രൂപ കൊടുക്കണമല്ലോ. ഇത് ഇങ്ങനെ റോഡിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചറിയേണ്ട ആവശ്യം നമുക്ക് വരില്ല. റോഡ് സൈഡ് മാത്രമല്ല, ഇത് ഫോറസ്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മളെ തലമുറ, നമുക്ക് മുമ്പേ ഉണ്ടായ തലമുറ നമുക്ക് ഇത് തന്ന പോലെ, നമുക്ക് നല്ല രീതിയിൽ കാത്തു പരിപാലിച്ച് നമുക്ക് ഈ ഫോറസ്റ്റെല്ലാം നമുക്ക് തന്ന പോലെ നമ്മൾ വരുന്ന തലമുറക്ക് നമ്മളിത് കൊടുക്കണമെങ്കിൽ ഇന്നത്തെ പരിപാടി ചെയ്താൽ ഇതിങ്ങനെ കൊടുക്കലുണ്ടാവും. എല്ലാം എന്ത് ചെയ്യട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വിരാജ്പേട്ട ഷോപ്പിൽ നമ്മൾ പതിവ് പോലെ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് പാർക്കിംഗ് ഇന്നലെ മുതൽ ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സന്ധ്യയുടെ പണി തുടങ്ങിയിട്ടുണ്ട്.
ഭയ്യമാരെല്ലാം ഫുൾ ആക്റ്റീവ് തന്നെ. ഞാൻ വേറൊരു സംഭവം കാണിക്കട്ടെ, സൂത്രം കാണിച്ചതേ. നമ്മളെ കമ്പനി തന്നെ ഇറക്കുന്നതാണ്. അതായത് നമ്മളെ ബർഗർ അങ്ങനത്തെ ചീസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മളെ കമ്പനി സപ്ലൈ ഉണ്ട്. അല്ല ഇത് ഇങ്ങനത്തെ, ഇത് പോപ്കോൺ, ചിക്കൻ്റെ പോപ്കോണാണ്. നല്ല ടേസ്റ്റാണ് ഇത്. പിന്നെ ചൂട് എണ്ണയിലിട്ട് കോരിയെടുക്കുന്ന സംഭവമാണ്. സ്നാക്സായിട്ട് ഉപയോഗിക്കുന്നത് ഈ ബേക്കറി നടത്തുന്നത് അങ്ങനത്തെ അവർക്കെല്ലാം ഇങ്ങനത്തെ ചില ആൾക്കാർ തപ്പി നടക്കുന്നുണ്ടോ, അപ്പോൾ അവർക്കെല്ലാം നല്ലതാണ്. നമ്മളെ കമ്പനിയിൽ സാധനം നമ്മൾ സപ്ലൈ ഉണ്ട്. നമ്മളങ്ങനെ മടിക്കേരി എത്തിയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാ മടിക്കേരി എത്തിയില്ലേ? അങ്ങനെ നമ്മൾ മടിക്കേരി എത്തിയിട്ടുണ്ട്. സമയത്തിനായി സമയം 12:30. നല്ല മഞ്ഞ്, ഉച്ചക്ക് 12:30 കോടമഞ്ഞ്. മടിക്കേരിയിലെ വീടുകളിൽ ഇങ്ങനെയാണ് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ മുട്ടിയില്ല, അടുപ്പിച്ച് വീടുകളാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ മഞ്ഞ് മൂടി. നമ്മളങ്ങനെ മടിക്കേരി എത്തിയിട്ടുണ്ട്. നമ്മളെ മടിക്കേരി ഷോപ്പിലെത്തിയിട്ടുണ്ട്. പ്രൊപ്പറേറ്റർ ഇവിടെ ലോഡെല്ലാം ഇറക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കർണാടക ഇവർ കഴിക്കുന്ന സംഭവമാണ് നമ്മളെ നെയ് റോസ്റ്റ് പോലത്തെ ഒരു സംഭവം. അതിങ്ങനെ പപ്പടം പോലെ സംഭവത്തിൻ്റെ പേരെന്താ സംഭവം ഒന്നും അറിയില്ല. നമ്മൾ മടിക്കേരിയിൽ നിന്ന് ലോഡെല്ലാം ഇറക്കിയിട്ടായിരുന്നു. ബോക്സെല്ലാം കാലിയൊക്കെ എടുത്തിട്ട് വിട്ടു. എല്ലാം നീടാ ചോറ് കഴിക്കണം. ചോറ് കഴിക്കണം അല്ലേ? എണ്ണ അടിക്കണം, ചോറ് കഴിക്കണം, എണ്ണ അടിക്കണം. കേരളത്തിൽ ചോറ് കഴിക്കുന്നില്ല നമുക്ക്. മടിക്കേരിയിൽ നിന്ന് കുറേ ഇങ്ങ് വന്നു. സമ്പാജ ഫോറസ്റ്റിലേക്ക് കയറി മഞ്ഞിറങ്ങി വരുന്നുണ്ടോ. എന്താ രസം നോക്കി കാണാൻ വേണ്ടി. വീഡിയോയിൽ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. പൊളി തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ ചുള്ളിയ ഫോറസ്റ്റിൻ്റെ പകുതി കഴിഞ്ഞു. ഇപ്പം ദക്ഷിണ കന്നഡ മേഖലയിലേക്ക് കയറിയിട്ടുണ്ട്. ദക്ഷിണ കന്നഡ. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് വീടുകളെല്ലാം കാണാൻ തുടങ്ങും. ഓക്കെ, ഇത് എവിടുന്ന പുല്ലൊക്കെ കയറ്റി വരുന്ന വണ്ടികളാണ് മൊത്തം. നമ്മളെ നാട്ടിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇവരെ മെയിനായിട്ടുള്ള ഇതെന്താന്ന് സന്ധ്യോട്ടാ അറിയാം? വരുമാന മാർഗം അതെയോ? അതല്ലേ, നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ടാപ്പിങ്ങിനെല്ലാം വരുന്നുണ്ടല്ലേ, അങ്ങനെ പറയുന്നേക്കാം. നമ്മങ്ങനെ പിന്നെ കേരളത്തിലെല്ലാം കയറി ബന്തെടുക്ക കഴിഞ്ഞു. നമ്മളെ കോളിച്ചാലെത്താനായി. അപ്പോഴത്തേക്ക് റോട്ടുമ്പോലേക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു മൺകൂന മൊത്തം ഇടിഞ്ഞു വീണ് കിടപ്പുണ്ട്. നമ്മളെ തൊട്ട് മുമ്പൊന്ന് ഫുള്ള് ഇടിഞ്ഞു വീണ് കിടപ്പുണ്ട്. എന്തോ ഭാഗ്യത്തിന് ആ കയറ്റം കയറി വരുന്നതുകൊണ്ട് ഇടിയുണ്ട് കേട്ടോ. എന്താ അങ്ങോട്ട് എത്തിയിട്ടില്ല, ബാക്കി കൂടി ഇടിയാൻ ചാൻസ് ഉണ്ട്. അതിന് ഒപ്പിട്ടിരുന്ന് പോട്ടെ, അത് ഇടിയുന്നുണ്ട് മെല്ലെ മെല്ലെ. നമ്മുടെ ആ മാലക്കല്ല് ചോറ് വയ്ക്കാൻ വേണ്ടി എടുത്തിട്ടല്ലേ. നല്ല മീൻ പൊരിച്ചതുണ്ട്, നല്ല വാഴയിലിൽ നല്ല ചോറുണ്ട്. ഇതൊരു ചോറ് വയ്ക്കാറുണ്ടല്ലോ, നമ്മളെപ്പോൾ ഈ സാധനം ചോദിച്ചു വേണം കേട്ടോ. ഇത് സാധാരണ നമ്മളവിടെ ആ വീട്ടിലാക്കുന്ന ചമ്മന്തി, തേങ്ങാ ചമ്മന്തി ആണ്. പക്ഷേ അതിനകത്ത് ഉള്ളി ആടാക്കിയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് സാധനം. മാലക്കല്ല് ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ ചോറ് കഴിച്ചിന്. നമ്മൾ നേരത്തെ ഇരുന്ന ദിവസം നമ്മൾ ഇടുന്ന ചോറ് കഴിക്കൽ മലബാർ ഹോട്ടൽ മാലക്കല്ല്. നമ്മൾ അങ്ങനെ തിരിച്ച് കമ്പനി എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം 5:30 ആവാൻ പോകുന്നു. കമ്പനിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാം എന്ത് ചേട്ടാ അല്ലേ? ബാക്കിയുള്ള ഡ്രൈവർമാരോട് ഉണ്ട് എന്നാണ് തോന്നുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കാണാം. ഓക്കെ, നമ്മളങ്ങനെ കമ്പനിയിലെത്തി വണ്ടിയെല്ലാം കഴുകാൻ തുടങ്ങിയിട്ടാ. സന്ധ്യയോടെ വാഷാക്കുന്നുണ്ട്. നമുക്ക് അപ്പുറം ബേക്കിൽ സോപ്പിട്ടു. സോപ്പിലിട്ട് സന്ധ്യയോടെ വെള്ളമടിക്കുന്നുണ്ട്. നമ്മളെ പണിയെല്ലാം നിർത്തിയിരിക്കുന്ന കമ്പനി ഡ്രൈവർമാരെല്ലാം നേരത്തെ ഇന്ന് കമ്പനിയിലുണ്ടാ. ജിതിയാട്ടിനടിയുണ്ട്, ശ്യാമാട്ടിനടിയുണ്ട്. നമ്മളെ വണ്ടിയെല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയുടെ തീർത്തിരിക്കുന്നു. അപ്പോൾ നാളെ വേറൊരു വ്ളോഗിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.